ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിവിടെ സ്പെഷ്യൽ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാവുന്ന ഒരു ചിക്കൻ പിസ്സ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. 4 സ്റ്റെപ്പായാണ് നമ്മളിവിടെ പിസ്സ തയ്യാറാക്കാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ്, ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: മൈദ 1 ടേബിൾ സ്പൂൺ, പെപ്പർ 1 ടേബിൾ സ്പൂൺ, ചില്ലി ചിക്കൻ പൗഡർ 2 ടേബിൾ സ്പൂൺ, ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ, കോൺഫ്ലോർ 2 ടേബിൾ സ്പൂൺ, പിന്നെ കറിവേപ്പിലയും ഉപ്പും ആവശ്യത്തിന് ചേർത്താൽ മതി. 100 ഗ്രാം ചിക്കൻ ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തത്. മസാലകളെല്ലാം മിക്സ് ചെയ്ത് ചിക്കൻ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. സെക്കൻഡ് സ്റ്റെപ്പായി പിസ്സ സോസാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനായി ഇടത്തരം വലുപ്പത്തിലുള്ള ഒരു തക്കാളിയും ഒരു ക്യാരറ്റുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചെറുതായി കട്ട് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും 1/4 കപ്പ് വെള്ളവും ചേർത്തൊന്ന് നന്നായി വേവിച്ചെടുക്കാം. ഈ വെള്ളവും ചേർത്ത് നമുക്ക് മിക്സിയിൽ നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇനി സോസ് ഉണ്ടാക്കാൻ ആവശ്യമായത്: വെളുത്തുള്ളി 6 എണ്ണം ചെറുതായി അരിഞ്ഞത്, സോയാ സോസ് 1 ടേബിൾ സ്പൂൺ, ടൊമാറ്റോ സോസ് 1 ടേബിൾ സ്പൂൺ, ബട്ടർ 1 ടേബിൾ സ്പൂൺ, പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച ക്യാരറ്റ് ടൊമാറ്റോ പേസ്റ്റും. ഇനി സോസ് ഉണ്ടാക്കാനായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. എന്നിട്ട് അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് ബ്രൗൺ നിറമാകുന്നത് വരെ മൂപ്പിച്ചെടുക്കാം. ബ്രൗൺ നിറമായാൽ ഇതിലേക്ക് ക്യാരറ്റ് ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് നന്നായി ഇളക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സോയാ സോസ്, ടൊമാറ്റോ പേസ്റ്റ് ഇവ ചേർക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. ഞാനിവിടെ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇതുപോലെ നന്നായി കുറുകി വരുന്നത് വരെ നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് അത് നമുക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം. ഞാനിവിടെ ബ്രെഡ് കൊണ്ടാണ് പിസ്സ ബേസ് തയ്യാറാക്കാൻ പോകുന്നത്. ബ്രെഡ് 7 എണ്ണം അരികു കളഞ്ഞാണ് എടുക്കേണ്ടത്. ഇതിൻ്റെ അരികു വശം നമുക്ക് മിക്സിയിൽ പൊടിച്ചാൽ എണ്ണ പലഹാരങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ കോൺഫ്ലോറും 1/2 കപ്പ് വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും 1 മുട്ടയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. ഇനി ഒരു മുട്ട ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഇനിയാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്. ഇനി നമുക്ക് പിസ്സ ഉണ്ടാക്കി തുടങ്ങാം. ഇതിനായി പാനിൽ ബട്ടർ ഒഴിച്ച് എല്ലാ വശവും ഒന്ന് തേച്ച് പിടിപ്പിക്കുക. ഇനി ഓരോ ബ്രെഡായി നമ്മൾ തയ്യാറാക്കി വെച്ച കോൺഫ്ലോർ മിക്സിൽ മുക്കി പാനിൽ അടുത്തടുത്തായി വെക്കാം. റൗണ്ട് ഷേപ്പ് കിട്ടാനായി ബ്രെഡിനെ കട്ട് ചെയ്താണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. ബ്രെഡിൽ വരുന്ന ഹോൾസ് ഫിൽ ചെയ്യാൻ വേണ്ടി കൈകൊണ്ട് പ്രസ് ചെയ്യാം. അരികുവശം ഇതുപോലെ പൊക്കി വെക്കാം. ഇനി മുട്ട മാത്രം കലക്കി വെച്ചതെടുത്ത് ഇതിലൂടെ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പിസ്സ ഫില്ലിംഗ് ആണ്. ഇതിലേക്ക് ആവശ്യമായ വെജിറ്റബിൾസ് ആണ് ക്യാരറ്റ്, തക്കാളി, മല്ലിയില, സവാള, ക്യാപ്സിക്കം, പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച പിസ്സ സോസ്, പിന്നെ ചീസ്. ഇനി നമുക്ക് പിസ്സ സോസ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഈ വെജിറ്റബിൾസ് ഓരോന്നായി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായാണ് വെജിറ്റബിൾസ് അരിയേണ്ടത്.
അവസാനമായി ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ചീസും കൂടി ആഡ് ചെയ്യാനുണ്ട്, അത് ലാസ്റ്റാണ് ചെയ്യുന്നത്. നേരിട്ട് നമുക്കിതിലേക്ക് ചൂട് കൊടുക്കാൻ പറ്റില്ല, പിസ്സ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഞാനിവിടെ ഒരു പഴയ ചപ്പാത്തിക്കല്ല് ഉപയോഗിക്കുന്നുണ്ട്. ഇതുപോലെ കട്ടിയുള്ള എന്തെങ്കിലും ഒരു ചട്ടി ഉപയോഗിച്ചാൽ മതി. അടച്ചു വെച്ച് ചെറിയ തീയിൽ 20 മിനിറ്റ് വേവിച്ചെടുക്കാം. പിന്നെ ചൂടിനനുസരിച്ച് ടൈമിൽ വേരിയേഷൻ വരാം, അത് ശ്രദ്ധിക്കണം. 20 മിനിറ്റിന് ശേഷം തുറന്ന് സ്ലൈസാക്കിയ ചീസ് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ശേഷം ചീസ് ഒന്ന് മെൽറ്റ് ആകാൻ വേണ്ടിയിട്ട് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ നമ്മളുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോടുകൂടിയാണ് ഇത് സെർവ് ചെയ്യേണ്ടത്. തീർച്ചയായും നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, അവർക്കിത് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് വേഗത്തിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.